ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ട്രാവൽ ഫെസ്റ്റിൻ്റെ പുതിയൊരു സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ള വെച്ചാൽ വെസ്റ്റ് ബംഗാളിൽ സിക്കിമിലാട്ടോ ഉള്ളത്. അപ്പോൾ സിക്കിം ഇപ്പോൾ ന്യൂ ജൽപഗുരി എന്നുള്ള റെയിൽവേ സ്റ്റേഷനുള്ളൂ. ഇവിടെ നേരെ ഇപ്പോൾ പോകുന്നത് വെച്ചാൽ നമ്മൾ ഇവിടെ സിലിഗുരി പോയിട്ട് സിലിഗുരി നേരെ ബാങ്കോക്കിലൊക്കെ പോകുന്നത്. അപ്പോൾ നമ്മുടെ കൂടെ ഉള്ള ഇതുവരെ പരിചയപ്പെടുത്തില്ല. അവരൊക്കെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം. ഒന്നാമത്തെ ആൾ പറയടാ, എൻ്റെ പേര് ഞാൻ തൃശ്ശൂർ. എൻ്റെ പേര് പറയും. എൻ്റെ പേര് സാലിം, ഞാൻ മലപ്പുറത്ത് നിന്നാണ്. എൻ്റെ പേര് ജാസ്, ഞാൻ മലപ്പുറത്ത് നിന്നാണ്. എൻ്റെ പേര് മുഹമ്മദ് റഫീഖ്, ഞാൻ മലപ്പുറത്ത് നിന്നാണ്. അപ്പോൾ 3 മലപ്പുറംകാരും ഒരു തൃശ്ശൂർക്കാരുമാണുള്ളത്, പിന്നെ ഒരു ആലപ്പുഴക്കാരും. ഇന്നലെ ന്യൂ ജൽപഗുരി നമ്മൾ യാത്ര എത്തിയതാണ്. ഇവിടെ നമുക്ക് രാവിലെ 7:20 നമുക്ക് ട്രെയിൻ. ആ ട്രെയിനാണ് നമ്മൾ ഇരിക്കുന്നത്, ലോക്കൽ ട്രെയിനാണ്. ഇത് നേരെ സിലിഗുരിക്ക് പോകും. ഇവിടെ നമുക്ക് സിലിഗുരിക്ക് പോകണമെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഒരു വണ്ടിക്ക് 1000 രൂപ പറഞ്ഞു. നമുക്ക് ഇതാകുമ്പോൾ ട്രെയിൻ നമുക്ക് 10-30 എടുത്താൽ നമുക്ക് ട്രെയിൻ നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ സിക്കിമൊക്കെ യാത്ര പ്ലാൻ ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസുള്ള വീഡിയോ എന്തായാലും വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് കണ്ടറിയാം കേട്ടോ. മക്കളെ കഞ്ചാവട്ടോ, നമ്മളിവിടെ ടെൻ്റ് അടിച്ചിരുന്ന ഭാഗത്ത് കണ്ടതാണ് കഞ്ചാവിൻ്റെ ഒരു ചെറിയ തൈ. കുറച്ച് ഇവിടെ വെടന്ന് ഇറക്കാനുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ കുളിക്കാൻ വേണ്ടി വന്നതാണ്, രീതി ചോദിക്കാനുണ്ട്. ഇവിടെ പൈപ്പ് ഉണ്ടായിരുന്നു, അപ്പോൾ കണ്ടാണ്. എന്തായാലും സാധനം ഓടിച്ചിട്ടുള്ളതാണ്. കുറച്ച് കൊണ്ടുവരാ എടുത്തോ, അവിടെ എത്തുമ്പോൾ സ്റ്റേഷനിൽ കയറാം. നമ്മങ്ങനെ സിലിഗുരി റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് പുറത്തായിട്ട് തന്നെയാണ് ഈ ഒരു സിലിഗുരി ബസ് സ്റ്റാൻഡ് തന്നെ കേട്ടോ. അപ്പോൾ നമ്മളിവിടെ സാധാരണ നമ്മളൊക്കെ ബസ്സിൽ നിന്നാണ് നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടത്. ഇവിടെ നേരെ തിരിച്ചാണ്. ഇവിടെ നമ്മൾ ഫസ്റ്റ് നമ്മൾ കൗണ്ടറിൽ പോയിട്ട് നമ്മൾ ടിക്കറ്റ് എടുക്കുക. അതിന് ശേഷം വേണം നമുക്ക് ബസ്സിൽ കയറാനായിട്ട്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് തന്നെ അവിടെ ടിക്കറ്റ് നമ്മൾ കയറിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ വേറെ ഒരു ടിക്കറ്റ് കൗണ്ടർ കാണും. ഇവിടെ ചോദിക്കണം എത്ര റേറ്റ് ഒന്ന് ചോദിക്കണം. ഇവിടെ ടാക്സിക്കാരൊക്കെ പറയാൻ വെച്ചാൽ 150 രൂപ ഗാങ്ടോക്ക് വരെ ഒരാൾക്ക് 150 രൂപയാണ് പറഞ്ഞത്. ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഗാങ്ടോക്കിൽ, അതായത് സിലിഗുരി നമുക്ക് ഗാങ്ടോക്കിലേക്ക് കൊണ്ട് ഒരാൾക്ക് നമുക്ക് 200 രൂപ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ 5 ടിക്കറ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്കിനി ടൈം വെച്ചാൽ 8:40 ബസ് ഉള്ളത് കേട്ടോ. അപ്പോൾ ആ ഒരു ബസ് നമുക്ക് പോകണം. അപ്പോൾ ഫുഡൊന്നും കഴിയും. അപ്പോൾ ഫുഡ് കഴിക്കണം. ആദ്യം ബാഗ് എടുക്കട്ടെ അവിടെ നിന്ന്. നമ്മളിപ്പോൾ സിക്കിമിലേക്ക് അങ്ങനെ കടന്നിരിക്കുകയാണ്. സിക്കിമിൻ്റെ എൻട്രൻസ് ആട്ടോ ഈ കാണുന്നത്. അപ്പോൾ ഇവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ ചിലപ്പോൾ വന്ന ടൈമിൽ നല്ല ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ വെച്ചാൽ ഈ സിക്കിമിൻ്റെ ബോർഡർ കടന്ന് തൊട്ട് മുമ്പായിട്ട്, ചെക്ക് പോസ്റ്റ് മുമ്പായിട്ട് വണ്ടി നിർത്തിയിട്ടുണ്ട്. ഇത് ഉള്ള ആൾക്കാരെ ഫുള്ള് ഇവിടെ ഇറക്കി വിട്ടു. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയാമോ, ഇവിടെ ഇപ്പോൾ വണ്ടി ഇപ്പോൾ നിർത്തിയിട്ടേക്കണം വേറൊരു ഭാഗത്തായിട്ട് കൊണ്ടുവന്നിട്ട്. എന്നിട്ട് അവരിപ്പോൾ നടന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ആ വഞ്ഞവരൊക്കെ വഞ്ഞവരൊക്കെ നമ്മുടെ ബസ്സിലുണ്ടായിരുന്നവരാട്ടോ. അപ്പോൾ അവരൊക്കെ ഇനി വന്ന് നമ്മുടെ ബസ്സിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഇവിടെ കയറ്റിയിടും. അപ്പോൾ പോലീസുകാർ വന്നിട്ട് നമ്മുടെ ബസ്സിൽ ചെക്ക് ചെയ്യും എത്ര പേരുണ്ട്, പല സീറ്റ് നമ്പറൊക്കെ നോക്കിയിട്ട് പോകട്ടോ. അപ്പോൾ ഈ സിക്കിമിലൊക്കെ ഇന്നലെ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കുമേ. നമ്മളിപ്പോൾ സിലിഗുരിയിൽ നിന്ന് വണ്ടി കയറുമ്പോഴത്തേക്ക് സീറ്റ് നമ്പർ കിട്ടിയ ശേഷം മാത്രമേ നിങ്ങൾ ആ ബസ്സിൽ കയറാവോ, അല്ലാത്തവർ കയറാതിരിക്കുക, വേറെ ബസ്സിൽ വരിക. ഞാനൊന്ന് അങ്ങനെ ഗാങ്ടോക്കിൽ അങ്ങനെ ഒന്ന് എത്തിയിരിക്കുക കേട്ടോ. ഏകദേശം നമ്മളൊരു 4 മണിക്കൂറോളം ബസ്സിൽ യാത്ര ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത്. ഇവിടെ പുറകിൽ വെൽക്കം ടു ഗാങ്ടോക്ക് എന്ന ബോർഡ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ കാണുന്ന ബസ്സിനാട്ടോ വന്നത്. അപ്പോൾ ഈ ഒരു ബസ്, അതായത് സിലിഗുരി ബസ് സ്റ്റാൻഡ് അപ്പുറത്ത് തന്നെ ഗവൺമെൻറ്റിൻ്റെ ബസ് സ്റ്റാൻഡും ഉണ്ട്. പക്ഷെ നമ്മളത് ശ്രദ്ധിച്ചില്ലാണ്. ഇത് പ്രൈവറ്റ് ആണ്. വേണ്ട ഞാനല്ലോ. ഓക്കെ ഭയ്യ. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇപ്പോൾ വെച്ചാൽ സിക്കിമിൽ ഗാങ്ടോക്കിലായിട്ടുള്ളത്. ഈ ഗാങ്ടോക്കിലുള്ള ഒരു ഗുരുദ്വാരയാണ്. ഈ ഒരു ഗുരുദ്വാര എന്ന് വെച്ചാൽ മിലിറ്ററി അണ്ടറിലാട്ടോ വരുന്നത്. അപ്പോൾ ഇവിടെ സ്റ്റേ കാര്യങ്ങളും നമുക്കിവിടെ ഫ്രീ ആയിട്ട് ഫുഡ് കാര്യങ്ങളും പിന്നെ ടോയ്ലറ്റ് സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ യാത്രക്കാരൊക്കെ ഉപകാരപ്പെടുന്ന ഒരു ഗുരുദ്വാരമാണ് ഈ ഒരു ഗാങ്ടോക്കിലുള്ള ഗുരുദ്വാര. ഗാങ്ടോക്ക് ടൗണിൽ നിന്ന് ഏകദേശം 500 മീറ്ററാണ് ഈ ഒരു ഗുരുദ്വാരയിലെ വരുന്നത് ദൂരം വരുന്നത്.
അപ്പോൾ ഈ ഒരു ഗുരുദ്വാരൻ്റെ ചരിത്രം പറയുകയാണെങ്കിൽ 1969 ആസാമിലെ MLA ആയ തേങ്ക ലുച്ചിയുടെ സഹായത്തോടെ നിർമ്മിച്ച ഒരു ഗുരുദ്വാരമാണ് ഈ ഒരു ഗുരുദ്വാര. പക്ഷേ ഇപ്പോഴും ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ മിലിറ്ററിക്കാരൊക്കെ വന്നിട്ട് നമുക്ക് ഫുഡ് കഴിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഫുഡ് കൊടുക്കുന്ന ഏരിയ തന്നെ എനിക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഇവിടെ മരിച്ചുപോയ മിലിറ്ററിക്കാരൻ്റെ ഫോട്ടോസൊക്കെ ഈ ഒരു ചുമരയിലൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ഫ്രീ ആയിട്ട് ഫുഡും സ്റ്റേ ഇല്ല, ഫുഡ് മാത്രം കൂടെ കിട്ടുന്നതാണ്. അപ്പോൾ യാത്ര പോകുന്നതൊക്കെ എനിക്ക് ഇതുപോലെ ഗുരുദ്വാരൊക്കെ ചൂസ് ചെയ്താൽ എനിക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എനിക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ വേറെ സുഹൃത്തെ ഞാൻ കാണിച്ചാട്ടോ ഇവിടെ വല്ലാത്തൊരു ആംബിയൻസ് ആട്ടോ എനിക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഇത് വേറെ തന്നെ ഫീൽ ആട്ടോ, ഈ കാണുന്നൊരു ഫീല് ഒരു രക്ഷയില്ല കേട്ടോ. അല്ലാതെ ഈ വശം നല്ല മഴക്കാറുണ്ട്, അതിൻ്റെ ഒരു ഫീലും ഉണ്ട്, പിന്നെ നല്ല തണുപ്പുണ്ട് കേട്ടോ. നിങ്ങളിപ്പോൾ മാക്സിമം സിക്കിമിലേക്ക് നിങ്ങൾ യാത്ര ചെയ്യാൻ ശ്രമിക്കുക. ഇവിടെ ഒരുപാട് കാഴ്ച കാണാനുണ്ട്. അപ്പോൾ അവിടുത്തെ കാഴ്ചയോടെ നിങ്ങളേക്ക് ഒരുമിക്കുക. അപ്പോൾ വീഡിയോയിലൊക്കെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വേഗം തന്നെ ഫോളോ ചെയ്ത് കൂടെ കൂടിയോ. അപ്പോൾ സിക്കിമിലെ കാഴ്ചകളായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഇവിടെ ഗാങ്ടോക്കിലെ ഒരു കേബിൾ കാർ റൈഡുണ്ട് കേട്ടോ. അതിൻ്റെ ലൈനാണ് ഈ മോളിൽ കൂടി പോകുന്നത്. അത് ഈ ഒരു കാണുന്ന ബിൽഡിങ്ങാണ് നമ്മൾ എൻ്റർ ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു കേബിൾ കാറാകുമ്പോൾ ടെസ്റ്റ് അടിക്കാൻ വേണ്ടി പോകും കേട്ടോ. എന്താ അവസ്ഥ കാരണം നമുക്ക് നോക്കാം. പോയി ആദ്യം കയറി നോക്കാം കേട്ടോ. നമ്മളെ ഫ്രണ്ട്സാണെങ്കിൽ അവിടെ നിന്ന് വരുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു കേബിൾ കാറിൻ്റെ എൻട്രൻസിൻ്റെ ഭാഗത്താകുമ്പോൾ ഉള്ളത് ഇവിടെ തന്നെയാണ് ടിക്കറ്റ് കൗണ്ടറും വരുന്നത്. ടിക്കറ്റിന് എത്ര വരുന്നത് എനിക്കറിയില്ല. ടിക്കറ്റ് കൗണ്ടർ കേട്ടോ. ഇത് കറങ്ങുന്ന മെഷീനും കാര്യങ്ങളൊക്കെ ഉള്ളത് അവിടെ കേട്ടോ. ഇവിടെ അപ്പോൾ ടിക്കറ്റ് ചാർജ് നമുക്ക് വരുന്നത് വെച്ചാൽ 2 വരുന്നത് വെച്ചാൽ 153 കേട്ടോ വരുന്നത് കേബിൾ കാറിന് വന്നത്. കുട്ടികൾക്ക് ഹാൻഡിക്യാപ്പൊക്കെ നമുക്ക് ഫ്രീ ആണ്. പിന്നെ അപ് ടു 3 ഇയേഴ്സ് നമുക്ക് ഫ്രീ ആണ്. പിന്നെ 5 ഇയേഴ്സ് ഒക്കെ വരുമ്പോഴത്തേക്ക് 81 രൂപയാണ് വരുന്നത്. അഡൽട്സ് വരുമ്പോൾ 153 2 വേ വരുന്നത്. 2 സൈഡിലുള്ള റേറ്റ് ആട്ടോ വരുന്നത്. നമ്മൾ ടിക്കറ്റ് കാരണം എടുത്തിട്ടുണ്ട്. നമുക്ക് നേരെ പിന്നെ കയറാട്ടോ. നമ്മൾ പോകുന്ന ആ ഒരു കേബിൾ കാറാട്ടോ ഇത്. ഒരെണ്ണത്തിൽ 20 പേരൊക്കെ ആട്ടോ പോകുന്നത്. നമ്മൾ പണി സൈറ്റിലേക്ക് ആൾക്കാരെ കൊണ്ടുപോകും. അതിലേക്ക് 5 ടിക്കറ്റ് ഇവിടെ. അപ്പോൾ ഈ ഒരു റോപ്പ് വേരാട്ടോ നമ്മൾ പോകുന്നത്. ടിക്കറ്റ് കാര്യങ്ങൾ നമ്മളെ ഭയ്യ ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ റോപ്പ് വേയിൽ കയറാൻ വേണ്ടി പോകണം. അങ്ങനെ കേബിൾ കാർ കഴിഞ്ഞ് അങ്ങനെ ഇറങ്ങി നിൽക്കാണ്. ജാസ്തിരേ എങ്ങനെ ഉണ്ടായിന്? വലിയ മെച്ചം വരാനൊന്നുമില്ല, കുഴപ്പമില്ല. ചെറിയ പൈസയല്ലേ ഉള്ളൂ. 153. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? ഷെയർ യുവർ എക്സ്പീരിയൻസ്. പറയടാ, എക്സ്പീരിയൻസ് പറയടാ. എക്സ്പീരിയൻസ് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ അല്ലാതെ മെച്ചൊന്നുമില്ല. 153 റുപ്യക്കില്ല. അതായത് 100 പോലെ 260 റുപ്യ വരുന്നുണ്ടെങ്കിൽ ആൾക്കാരൊക്കെ കയറ്റിയിട്ട് അത് നഷ്ടമാണ്. 5-6 ആൾക്കാരൊക്കെ സീറ്റ് ഇരിക്കാൻ പറ്റിയൊരു സീറ്റ് പോലും ഇല്ല. സീറ്റാണെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ മറ്റേ ഡ്രില്ല് ഗ്രൂപ്പിനെ അറിയിക്കണം. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഗാങ്ടോക്കിൽ തന്നെ ഒരു മൊണാസ്ട്രി ഉണ്ട് കേട്ടോ, ഒരു ബുദ്ധിസ്റ്റ് മൊണാസ്ട്രി. അപ്പോൾ ആ ഒരു മൊണാസ്ട്രിയിലേക്ക് നമ്മൾ പോവുകയാണ്. ഇതൊരു മൊണാസ്ട്രീൻ്റെ ടിബറ്റിൻ്റെ, അതായത് എൻ്റെ കോളേജ് ഉണ്ട്, നമാലിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടിബറ്റോളജി എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. എൻട്രിക്ക് വേണ്ടി 25 വരുന്നത്. അപ്പോൾ ആ കാണുന്നുണ്ടോ, ഇപ്പോൾ ക്ലോസ്ഡ് ആട്ടോ, നമുക്ക് ഭാഗ്യമില്ല. തിരിച്ച് നമുക്ക് എന്തെങ്കിലും വീണ്ടും ഗാങ്ടോക്കിലേക്ക് പോവാം. ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഉള്ള വെച്ചാൽ ഇവിടെ ഗാങ്ടോക്കിലെ മാൾ റോഡിലാട്ടോ ഉള്ളത്. നമ്മുടെ മണാലിയിലും അങ്ങനെ ലേയിലൊക്കെ ഉള്ള മാൾ റോഡ് ഉണ്ടല്ലോ, അതേപോലത്തെ മാൾ റോഡ് നമ്മുടെ ഇവിടെ ഗാങ്ടോക്കിലുണ്ട്. അപ്പോൾ ആ ഒരു മാൾ റോഡ് ഇപ്പോൾ ഉള്ളത് ഇവിടെ
ഇവിടുത്തെ പ്രത്യേകത വെച്ചാൽ ഈ ഒരു മണാലിനെക്കാട്ടിയാണെങ്കിലും അതിനെ ലേയിലെക്കാട്ടിയാണെങ്കിലും വലിയൊരു മാൾ റോഡാണ് ഇവിടുത്തെ മാൾ റോഡ്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത വരുന്നത്. പിന്നെ അത്യാവശ്യം നല്ലൊരു ക്രൗഡ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇവിടെ അടുത്തൊരു പള്ളി കേട്ടോ, ഒരു 180 മീറ്റർ പോയി കഴിഞ്ഞാൽ. അപ്പോൾ ഒരു പള്ളിയിലേക്ക് നമ്മൾ നമസ്കരിക്കാൻ വേണ്ടി പോവുകയാണിപ്പോൾ. എന്നിട്ട് വീണ്ടും നമ്മൾ ഈ ഒരു മാൾ റോഡിലേക്ക് ഇറങ്ങാനുള്ള പ്ലാനായിട്ടുള്ളത്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇപ്പോൾ സിക്കിമിൽ ഗാംഗ്ടോക്കിലായിട്ടുള്ളത്. ഇവിടെ നമുക്ക് ലോ ബഡ്ജറ്റ് ട്രാവലേഴ്സ് പറയുകയാണ് നമുക്ക് ഇവിടെ ഒരിക്കലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അത്രയ്ക്കും എക്സ്പെൻസീവാണ്. ഇവിടെ ടാക്സിക്കാണെങ്കിലും ശരി, അതേപോലെ തന്നെ നമുക്ക് ഒരു ഇപ്പം നോർത്ത് സിക്കിം സൗത്ത് സിക്കിം അതുപോലെ ഇപ്പം നത്തുല പാസ് അങ്ങോട്ടൊക്കെ പോകുകയാണെങ്കിൽ തന്നെ നമുക്ക് വേറെ പെർമിറ്റ് തന്നെ എടുക്കണം. അപ്പോൾ നമ്മൾ പെർമിറ്റ് പോയി ചോദിച്ച് പോയി കുറേ ട്രാവൽ ഏജൻസ് നമ്മൾ തിരക്കി. അവിടെയൊക്കെ ഇപ്പോൾ പറയുക വെച്ചാൽ നമ്മൾ അവരുടെ പാക്കേജ് എടുത്താൽ മാത്രമേ പറ്റുള്ളൂ. ഒരു ദിവസത്തേക്ക് അവർ പറയുക വെച്ചാൽ 15,000 രൂപയ്ക്കാണ് ഒരു ദിവസത്തേക്ക് പറയുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. നമ്മൾ പതുക്കാൻ പോകുമ്പോൾ വേറെ സ്ഥലങ്ങളിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞാനപ്പോൾ ഇവിടെ നമ്മൾ ടെൻ്റ് അടിക്കാൻ വേണ്ടി നോക്കിയിരുന്നു. അത് ഒരിക്കലും പോസിബിൾ അല്ല. ഇവിടെ ടെൻ്റ് അടിച്ച് നമുക്ക് താമസിക്കാനേ പറ്റുള്ളൂ. ഒന്നാമത് 40 കിലോമീറ്റർ അപ്പുറമാണ് ചൈന ബോർഡ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് പോസിബിൾ അല്ല. നമ്മൾ ഇവിടെ റൂം എടുത്തിരുന്നു. അപ്പോൾ ആ റൂമാണ് ഇങ്ങനെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ കാണുന്ന റൂമിൽ നമുക്ക് താമസിച്ച് നമ്മുടെ റൂമൊക്കെ കാണിച്ചു. നമുക്കൊരു വളരെ ചീപ്പാണ്. നമുക്ക് കിട്ടും 700 രൂപ നമുക്ക് 5 പേർ കൂടി ഒരു റൂം കിട്ടി. ഈ റൂമിലാണ് നമ്മൾ ഇന്നലെ താമസിച്ചത് കേട്ടോ. ഈ കാണുന്ന റൂമാണ് നമ്മൾ ഇന്നലെ താമസിച്ച റൂം. ഗാംഗ്ടോക്കിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു റൂമൊക്കെ എടുക്കുന്നത് വളരെ ഹെൽപ്ഫുള്ളായി പ്രതീക്ഷിക്കും. അപ്പോൾ ഇവരുടെ കോൺടാക്ട് നമ്പർ ഇവിടെ താഴെ കൊടുക്കണം. നിങ്ങൾക്ക് കോൺടാക്ട് കേട്ടോ.